നമ്മൾ നേരെ പോകുന്നത് ദില്ലിയിലേക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഇൻഡിഗോ വിമാന കമ്പനിയുടെ പ്രതിസന്ധി അത് ഏത് രീതിയിലാണ് ഇന്നതിന് പരിഹാരമുണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. വിഷ്ണു തലവൂർ കൂടി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ പ്രതിസന്ധിയിലാണ്. വിമാന സർവീസുകൾ നിരന്തരം മുടങ്ങുന്നു. സർവീസ് പോകുന്നത് വളരെ സമയമെടുത്ത്, അതായത് 8 മണിക്കൂറുകൾ വൈകിട്ടാണ് സർവീസുകൾ പോകുന്നതും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാത്രക്കാർക്ക് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, പ്രതിസന്ധികളാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രതിസന്ധി മറ്റു എയർലൈൻസുകൾ, മറ്റു വിമാന കമ്പനികൾ മുതലെടുക്കുന്നു എന്ന പരാതി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രതിസന്ധിക്ക് തീരുമാനമാകുമോ? ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ, ചർച്ചകളൊക്കെ ഇന്ന് നടക്കുന്നുണ്ടോ? വിനിഷ, എന്തായാലും ഇൻഡിഗോയുടെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇന്നും അഹമ്മദാബാദ്, തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധ വിമാനത്താവളങ്ങളിൽ ഇൻഡിഗോ വിമാനങ്ങളുടെ അറൈവലും ഡിപ്പാർച്ചറും ലേറ്റ് ആവുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഹമ്മദാബാദിൽ 7 വിമാനങ്ങളുടെ അറൈവലും 12 വിമാനങ്ങളുടെ ഡിപ്പാർച്ചറുമാണ് ഇപ്പോൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഇൻഡിഗോയുടെ നിരവധി സർവീസുകൾ ലേറ്റാകുന്നു എന്ന് തന്നെയാണ് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇൻഡിഗോയുടെ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ തുടരുകയാണ് എന്നതാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം DGCA ചർച്ചകൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പൈലറ്റുമാരുടെ അവധി സംബന്ധിച്ച നിബന്ധനകൾ DGCA ഇളവ് നൽകുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇൻഡിഗോ സർവീസുകൾ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാധാരണ നിലയിലേക്ക് എത്തുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ 15-ാം തീയതിയോടുകൂടി മാത്രമായിരിക്കും ഇൻഡിഗോ സർവീസുകൾ ഒരു സാധാരണ നിലയിലേക്ക് എത്തുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇൻഡിഗോ വിമാനങ്ങളുടെ സർവീസുകൾ നിരന്തരം മുടങ്ങുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വലിയ തോതിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ വിമാനത്താവളങ്ങളിൽ ഉണ്ടാകുന്നുമുണ്ട്. എന്തായാലും ഇവർക്കൊക്കെ തന്നെ ഈ ഫ്ലൈറ്റ് മുടങ്ങിയവർക്ക് റീഫണ്ട് നൽകാൻ തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസം ഇൻഡിഗോ അധികൃതർ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടുന്ന താമസ സൗകര്യം ഉൾപ്പെടെ നൽകാനും തയ്യാറാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻഡിഗോ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻഡിഗോയുടെ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് ഇപ്പോൾ ഒരു 4-അംഗ അന്വേഷണ സമിതിയെ കഴിഞ്ഞ ദിവസം DGCA ഇത്തരത്തിൽ രൂപം നൽകിയിരുന്നു. അപ്പോൾ അവരുടെ ഒരു അന്വേഷണവും ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇത്തരത്തിൽ ഇൻഡിഗോയ്ക്ക് വലിയൊരു പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് 37 ട്രെയിനുകളിലായിട്ട് അധിക കോച്ചുകൾ അനുവദിക്കും എന്ന് തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ 37 ട്രെയിനുകളിലായിട്ട് 116 കോച്ചുകൾ അധികമായി അനുവദിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ യാത്രക്കാർക്ക് ഈ യാത്ര പ്രതിസന്ധിയിൽ ഏറെക്കുറെ ഒരു ആശ്വാസം നൽകാനുള്ള ഒരു നടപടിയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡിഗോയുടെ സർവീസുകൾ ഇന്നും രാജ്യവ്യാപകമായി മുടങ്ങും, വലിയ ഡിലേകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ ഇത്തരത്തിൽ അഹമ്മദാബാദ്, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ നിരവധി ഫ്ലൈറ്റ് വിമാനങ്ങളുടെ സർവീസുകളാണ് എന്തായാലും മുടങ്ങിയിട്ടുള്ളത്. വിനിഷ, ശരി. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ അനുസരിച്ച് ഇന്ന് എത്തേണ്ടിയിരുന്ന 7 ഇൻഡിഗോ വിമാനങ്ങളും പുറപ്പെടേണ്ടിയിരുന്ന 12 ഇൻഡിഗോ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. 12 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയത്തുള്ള 7 എത്തിച്ചേരേണ്ട വിമാനങ്ങളും 12 തിരിച്ചു പോകേണ്ടിയിരുന്ന വിമാനങ്ങളുമാണ് റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ അനുസരിച്ച് ഡൊമസ്റ്റിക് അറൈവൽ 11 എണ്ണവും ഡിപ്പാർച്ചർ 11 എണ്ണവുമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ അറൈവൽ 2 എണ്ണം മാത്രമേ ഉള്ളൂ, ഡിപ്പാർച്ചർ 2 എണ്ണം മാത്രം. ഇതുവരെ ക്യാൻസൽ ചെയ്ത വിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് അറൈവൽ 4 എണ്ണവും ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ 5 വിമാനങ്ങളും റദ്ദ് ചെയ്തതായിട്ടുള്ള അറിയിപ്പുകളും നിർദ്ദേശങ്ങളും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇൻഡിഗോയിലെ പ്രതിസന്ധി, വിമാന കമ്പനിയുടെ പ്രതിസന്ധി അത് ആ രീതിയിൽ തന്നെ തുടരുകയാണ്. അടുത്ത മാസം 15-ാം തീയതിയോട് കൂടി തന്നെ, അല്ലെങ്കിൽ ഈ മാസം 15-നുള്ളിൽ വലിയ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായ തീരുമാനങ്ങളിലേക്ക് കടന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഒഴിവാക്കാൻ ഇൻഡിഗോ വിമാന കമ്പനിക്ക് കഴിയൂ. അപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഒക്കെ ഇടപെടൽ ആ രീതിയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.